എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മീൻ കൊണ്ടുള്ള വിഭവമാണ് ചെയ്യുന്നത്, മത്തി പീര വറ്റിച്ചത്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അതേപോലെ തന്നെ ഇപ്പം മത്തി ധാരാളമായി കിട്ടാനുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം വേണ്ടത് മത്തി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഇതിലെ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം ഇതിനൊരു ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി കഴുകിയെടുത്തു. ആ ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഇങ്ങനെ ഗോതമ്പ് പൊടി ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ കുടംപൊടി ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകി നന്നായിട്ട് എടുത്താൽ ആ ഉളുമ്പ് മണമെല്ലാം ഒന്ന് പോയി കിട്ടും. ഇനി ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 6 മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് എരിവിൻ്റെ അളവനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ എല്ലാത്തിനും പൊതുവേ എരിവ് കുറച്ചാണ് എടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ്. അതിനുശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ. ഇനി ആ ചതച്ച് വെച്ച് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം ഉലുവ പൊടിച്ചാൽ ചേർക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കയ്പായി പോവും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി അരിഞ്ഞത്. നമ്മൾ ചതയ്ക്കാൻ എടുത്തപ്പോൾ ഞാൻ 2 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്നാലും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക, ഇതേപോലെ ചെറുതായിട്ടരിഞ്ഞ്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ചതച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് അല്പം കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കണം. ഇത് നേരത്തെ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കുതിർത്തെടുത്താണ്. ഇത് കുതിർത്തതിന് ശേഷം നമ്മൾ പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കരുത്, അപ്പോൾ അത് കയ്പ്പ് വരും. അതുകൊണ്ട് അല്ലാതെ തന്നെ എടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിൽ നല്ല ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് ഉപ്പൊന്ന് നോക്കാവുന്നതാണ്. ഞാൻ ചേർത്തപ്പം ഉപ്പ് ഇച്ചിരി കൂടെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ആദ്യം ഇട്ട് ഇളക്കാഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ മീനോട് ഇട്ട് ഇളക്കുമ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടാണ്. ചിലപ്പോൾ മീനൊന്ന് പൊടിഞ്ഞു പോകും, അങ്ങനെ എന്തെങ്കിലും പറ്റും. ഇത് പതുക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലമെടുത്ത് ഇളക്കി കൊടുക്കരുത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ചതച്ചെടുത്ത ആ ജാറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, പിന്നെ നമുക്ക് ലാസ്റ്റ് വെള്ളം വറ്റിച്ചെടുക്കാൻ പാടായിരിക്കും. ഇത് കറി പോലല്ല എടുക്കുന്നത്, നമ്മൾ നന്നായിട്ട് വറ്റിച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തുറന്ന് വെച്ച് 2 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നടുക്ക് നോക്കാം വെള്ളം എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോയിട്ടുണ്ട്. നമ്മളിത് കുക്കായതിനു ശേഷം സ്പൂൺ ഇട്ട് ഒരുപാട് ഇളക്കരുത്, കഷ്ണമെല്ലാം ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എണ്ണയാണ്. അല്പം 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഞാൻ അല്പം എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. മത്തി പീര വറ്റിച്ചത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും മത്തി പീര വറ്റിച്ചത് നല്ലൊരു കോമ്പിനേഷനാണ്. അതേപോലെ ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണേലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ മത്തി ഒന്ന് പീര വറ്റിച്ച് നോക്കണം. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം.